ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവായ യേശുവിൽ ജീവിതത്തിൻ്റെ സ്വസ്ഥത കണ്ടെത്താൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ചെവിയോർത്ത് വചനത്തിലൂടെ അവൻ നമുക്ക് തരുന്ന സന്ദേശങ്ങളെ കഴിയുന്നിടത്തോളം സ്വന്തമാക്കാനും പ്രായോഗികമാക്കാനും പരിശ്രമിക്കുമ്പോൾ യേശുവിനെ തന്നെയാണല്ലോ നമ്മൾ അനുഗമിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നെന്നും വചനം ദൈവത്തോടു കൂടിയായിരുന്നെന്നും ദൈവമായിരുന്നു ആ വചനമെന്നും യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ വചനമാണ് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വന്ന് നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ കഴിയുന്ന മകനാക്കി മകളാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന പെന്തക്കോസ്താ തിരുനാളായിരുന്നു ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ ആഘോഷിച്ചത്. പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ഉജ്ജീവിപ്പിക്കുകയും തൻ്റെ ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്കുള്ളത്. ദൈവികമായ സാന്നിധ്യവും സഹവാസവും തൻ്റെ മക്കൾക്ക് തരാൻ ദൈവം മത്സരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായത്തിലെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ ആത്മാവ് നമ്മിൽ നിറഞ്ഞാൽ അതിൻ്റെ ചില ഫലങ്ങളുണ്ട്. അതിലൊരെണ്ണം നമുക്കിന്ന് ചിന്താവിഷയമാക്കാം. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്ന് നിറഞ്ഞാൽ എന്നിൽ പ്രകടമായി കാണുന്ന ഒരു പ്രത്യേകത, ഞാൻ പിന്നെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വലിയ കൃപയാണ്. പിറുപിറുപ്പ് കൂടാതെ, ആവലാതി കൂടാതെ ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങളിൽ തൃപ്തിയോടെ മുന്നോട്ട് പോകുക ദൈവാത്മാവിൻ്റെ നിറവുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണവുമാണത്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതെ വന്നാലും ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അവിടെ നിന്നാണ് എൻ്റെ ബലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞതൊക്കെ. അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ അത്തിപ്പഴം വേണം, മുന്തിരിപ്പഴം വേണം, ഒലിവ് മരത്തിൽ നിന്ന് ധാരാളം കായ ലഭിക്കണം, ധാന്യം വിളയുന്ന വയലുകൾ വേണം, ആട്ടിൻകൂട്ടം വേണം, കന്നുകാലികളും വേണം. പക്ഷേ പ്രവാചകൻ പറയുകയാണ്, ഇതൊന്നും എനിക്ക് ലഭിക്കുന്നില്ലെങ്കിലും, ഒന്നുകൂടി അത് കേട്ടെ, അത്തിവൃക്ഷം പൂക്കുന്നില്ല, അപ്പോൾ പിന്നെ അത്തിപ്പഴം ഇല്ലല്ലോ, മുന്തിരിയിൽ ഫലങ്ങളില്ല, ഒലിവ് മരത്തിലും കായ്കളില്ല, വയലുകളിൽ ധാന്യങ്ങളില്ല, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയി എന്ന് പറഞ്ഞാൽ ആടുകളില്ല, കന്നുകാലികളും തൊഴുത്തിലില്ല. പിന്നെ ആ മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇങ്ങനത്തെ ഒരവസ്ഥ വന്നാലും ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? ഇതൊക്കെ ആയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കും. അവിടെ നിന്നാണ് എൻ്റെ ബലം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താ? മറ്റാരോടും ഒന്നും ചോദിക്കാൻ പോണ്ട. എനിക്ക് എൻ്റെ ജീവിതം എടുത്തു വയ്ക്കാലോ. ഞാൻ ജീവിക്കുന്ന ഭവനം,
എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ വരുമാനം, അങ്ങനെ ഞാൻ ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അവസ്ഥ എന്താ? എനിക്ക് സന്തോഷമുണ്ടോ? സംതൃപ്തി ഉണ്ടോ? അതോ എൻ്റെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് എന്നെ അലട്ടുന്ന പ്രശ്നം? എന്തിനെക്കുറിച്ചാണ് ഞാൻ ആകുലപ്പെടുന്നത്? എന്നിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എവിടെയാണ് ഞാൻ ആശ്വാസം തേടുന്നത്, ശക്തി തേടുന്നത്? ആരുടെ അടുക്കലാണ് സഹായത്തിനായിട്ട് ഞാൻ ഓടിച്ചെല്ലുന്നത്? ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആർക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് ഇത്രമാത്രം താല്പര്യമുള്ളത്? നമ്മെ സഹായിക്കണമെന്ന്, നമ്മെ ശ്രവിക്കണമെന്ന്, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ പങ്കുചേരണമെന്ന് ആരാ ഇത്ര അധികമായിട്ട് ആഗ്രഹിക്കാറുള്ളത്? പലർക്കും അതൊരു ഭാരമാണ്. പക്ഷേ കർത്താവായ ഈശോ ഉണ്ടല്ലോ, നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനും ശക്തി പകരാനും എപ്പോഴും തയ്യാറാണെന്ന് ഓർക്കണം. അവൻ വന്നത് തന്നെ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാ, നമുക്ക് സഹായം തരാൻ വേണ്ടിയിട്ടാണ്. മത്തായി സുവിശേഷകൻ്റെ 11-ാം അധ്യായത്തിൽ 28 മുതൽ 30 വരെയുള്ള ആ വാക്യങ്ങളിൽ കർത്താവ് നമ്മോട് പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. അവിടുന്ന് പറയുകയാണ്, നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട്, അധ്വാനിക്കുന്നവരെ, പിള്ളേരുടെ പേര് വിളിക്കുമ്പോൾ പ്രസൻറ്റ് സാർ എന്ന് പറയുന്ന ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ ഈശോ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാം, ശരിയാ ഈശോയെ, ഞാൻ അധ്വാനിക്കുന്നവനാ, അധ്വാനിക്കുന്നവളാ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കിലേക്ക് വാ. എന്തിനാ? ഞാൻ ആശ്വസിപ്പിക്കാം. ഭാരങ്ങൾ മാറ്റിത്തരാമെന്നല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, നിനക്ക് ശക്തി പകരാം, നിൻ്റെ കൂടെ നിൽക്കാം. അതുകൊണ്ടാണ് അവൻ മത്തായി സുവിശേഷകനിൽ തന്നെ 28-ാം അധ്യായത്തിൽ, ലാസ്റ്റ് അധ്യായം 20-ാമത്തെ വാചകം, യുഗാന്ത്യം വരെ, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. എന്തിന്? എന്നെ ശക്തിപ്പെടുത്താൻ, എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ പീഡനങ്ങളിൽ ബലം തരാൻ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈശോയോട് എന്തോ ഒരു നന്ദി പറഞ്ഞാലും അധികമാകുമോ? നമ്മോടൊത്ത് നിരന്തരം വസിക്കാൻ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഓർക്കുന്നില്ലേ, അന്ത്യത്താഴ വേളയിൽ അവിടുന്ന് അപ്പമെടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കൂ, നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. വീഞ്ഞു പാത്രം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വാങ്ങിക്കുടിക്കൂ, നിങ്ങളുടെ പാപമോചനത്തിനായി ചൊരിയാനിരിക്കുന്ന എൻ്റെ രക്തം. അങ്ങനെ അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈശോ ഏറ്റവും വേദനിച്ചിരുന്ന സമയത്താണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന അപ്പസ്തോലന്മാർ നമ്മോട് പറയുന്നത്. ആലോചിച്ചേ മക്കളെ, തൻ്റെ മരണത്തിന് ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ദാ അടുത്തിരുന്ന് ആ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, കാസയിൽ നിന്ന് കുടിക്കുന്ന യൂദാസാണ് തന്നെ ഉമ്മ വെച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്. ഈശോ കാണുക. ഇനി നോക്കിക്കേ, പത്രോസ് താൻ ഏറ്റവും സ്നേഹിക്കുന്ന, തൻ്റെ സഭ സ്ഥാപിക്കാൻ താൻ ആലോചിക്കുന്ന ആ പത്രോസ് തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് ഈശോയ്ക്കറിയാം. ശത്രുക്കൾ തന്നെ പിടിച്ചു കെട്ടിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും എടുത്തോടും, താൻ ഒറ്റയാകും, കണ്ടമാനം തന്നെ പീഡിപ്പിക്കും. ഇതെല്ലാം അവൻ്റെ മനസ്സിലുണ്ട്. അവിടുന്ന് സഹിക്കാനിരിക്കുന്ന വേദന, അവിടുത്തെ അമ്മ സഹിക്കാനിരിക്കുന്ന വേദന, ഇതെല്ലാം അവൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ആ കുർബാനയിൽ രാവും പകലും നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ സക്രാരികളിലും കർത്താവ് വസിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് അവിടെ വസിക്കുന്നത്. നമ്മുടെ ദേവാലയത്തിൽ നമ്മെയും കാത്തിരിക്കുന്ന കർത്താവിനെ നമ്മൾ എന്തോരം സ്നേഹം കൊടുക്കുന്നുണ്ട്. ആ പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോഴെങ്കിലും
ഒന്നങ്ങോട്ട് കയറാൻ, ഈശോയെ നിനക്ക് സുഖമാണോ എന്നൊന്ന് ചോദിക്കാൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആത്മാർത്ഥതയോടെ ഒന്ന് പറയാൻ, നിങ്ങളുടെ വേദനകളിലും ആകുലതകളിലും സഹായിക്കണമേ എന്നൊന്ന് അപേക്ഷിക്കാൻ എൻ്റെ മക്കൾ മെനക്കെടാറുണ്ടോ? എന്തിനാണ് ഈശോ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്? ഈ സക്രാരികളിൽ കർത്താവ് എന്തിനെഴുന്നള്ളിയിരിക്കുന്നു? അവിടുന്ന് തന്നെ പറയും, നിൻ്റെ മുറിവുകൾ ഉണക്കാൻ. ജീവിതം നിനക്ക് തരുന്ന മുറിവുകളില്ലേ, വേദനകൾ, അവയ്ക്ക് സൗഖ്യം തരാൻ, പാപമോചനം തന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ, പുതുജീവനിലേക്ക് നിന്നെ കൈപിടിച്ച് നയിക്കാൻ. അതിനൊക്കെ ഈശോ കാത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കൊച്ചനുഭവം പറയട്ടെ. ഞാനൊരിക്കൽ ഒരു പ്രത്യേക സ്ഥലത്ത് വചനം പങ്കുവയ്ക്കാൻ പോയി. രാവിലെ 5:30 ആഘോഷമായ കുർബാനയും തുടർന്ന് വചനപ്രഘോഷണവും. തലേ ദിവസം ഞാൻ അവിടെ ചെന്നു. എൻ്റെ തന്നെ സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു, റെഡിയായി. കറണ്ട് പോയ ഒരു സമയം, ടോർച്ച് കയ്യിലില്ലായിരുന്നു, എന്നാലും ഒരു നേരിയ വെട്ടമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗോണി ഇറങ്ങാനായിട്ട് വന്ന് 3 നില മുകളിലാണ് ഞാൻ. ഗോണിയിലേക്ക് നേരിയ വെളിച്ചത്തിൽ ആദ്യത്തെ സ്റ്റെപ്പാണെന്നോർത്ത് കാലെടുത്ത് വെച്ചത് 2ാം സ്റ്റെപ്പിലേക്കായിപ്പോയി. പിന്നത്തത് ആരും കാണാഞ്ഞത് എൻ്റെ ഭാഗ്യമെന്ന് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പാരച്യൂട്ട് വഴി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? അതേപോലെ ആയിപ്പോയി. ചിലപ്പോൾ തല മുകളിൽ, കാല് താഴെ, കാല് മുകളിൽ, തല താഴെ. 2 കൈ കൊണ്ട് എവിടെയെങ്കിലും പിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ആ പിടുത്തം നടന്നില്ല. അങ്ങനെ 3 നില താഴെ വലിയ ചക്കപ്പഴം വന്ന് വീഴുന്നത് പോലെ ഞാനൊരു മൂലയ്ക്ക് വന്നങ്ങ് വീണു. പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ചില സിസ്റ്റേഴ്സ് സ്വരം കേട്ട് മുകളിൽ നിന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പ്രസംഗത്തിന് പോകേണ്ട ജർമ്മൻ സിസ്റ്റർ ഗോണിത്താഴെ അങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുക. അവർ ഓടി വന്നു, പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൈയും കാലുമൊക്കെ ഒന്ന് കുടഞ്ഞു. ദൈവം അനുഗ്രഹിച്ചു, ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയി. കുർബാനയിൽ പങ്കെടുത്തു. ക്ലാസ് കഴിഞ്ഞു. തിരിച്ച് ഞാൻ എൻ്റെ മഠത്തിലെത്തി, കോതമംഗലത്ത്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് ഇതറിഞ്ഞു. ജർമ്മനെ, നമ്മുടെ ആശുപത്രിയിൽ തന്നെ ഡോക്ടറുണ്ടല്ലോ, എക്സ്റേ എടുത്ത് നോക്കിക്കൂടെ? 3 നില മോളിൽ നിന്ന് താഴെ വീണു എന്നും പറഞ്ഞ് ചിരിച്ചു നടക്കുന്നോ? ഒന്ന് വാ, എക്സ്റേ എടുത്തിട്ട് നോക്കാം. അങ്ങനെ അവരെന്നെ പിടിച്ച പിടിയാലെ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോൾ വേറെ പ്രത്യേക വിശേഷമൊന്നും ഉണ്ടായില്ല. 3 വാരിയല് കിടാന്ന് ഒടിഞ്ഞിരിക്കണം. വാരിയലൊടിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുതരം പ്ലാസ്റ്റർ കിട്ടും, ബെലഡോണ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ്, അതവിടെയും കൂടെ ഒട്ടിക്കും. 2 ആഴ്ച വരെ അതങ്ങനെ ഇരിക്കും. അസ്ഥികൾ തമ്മിലങ്ങ് കൂടും, അത്രയേ ഉള്ളൂ. വാരിയലിന് അത്രേ പ്രാധാന്യമുള്ളൂ. നട്ടലാണെങ്കിൽ കളി വേറെ. അങ്ങനെ എല്ലാം ശരിയായി. പ്ലാസ്റ്ററൊക്കെ പറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേദന തോന്നും. എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദേഹം മുഴുവൻ വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്നത്തെ ചതവ് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് വേദന. അതുകൊണ്ട് ഒരു പിടി നിറയെ, ഒരു കൈ നിറച്ച് വേദനയുടെ ഗുളിക തരും, മറ്റേ കൈ നിറച്ച് അയൺ ഗുളിക തരും. ഇത് കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു. മാസങ്ങളങ്ങ് കഴിഞ്ഞു. ഒരു ദിവസം ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ ഇത് തന്നെ എഴുതി, വേദനയുടെ ഗുളികയും അയൺ ഗുളികയും ഇരുമ്പിൻ്റെ ഗുളികയും. ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ തിരിച്ചെൻ്റെ മഠത്തിൽ വന്നിട്ട് ഒരു 10:30-11 മണിയൊക്കെ കഴിഞ്ഞാൽ മഠത്തിൽ, പള്ളിയിൽ അധികം ആളുണ്ടാവില്ല. കാരണം എല്ലാവരും അവനവൻ്റെ ജോലിക്ക് പോകും. ഞാൻ പള്ളിക്കകത്ത് കയറി. ആരുമില്ലാത്ത ദേവാലയത്തിൻ്റെ സക്രാരിയുടെ മുമ്പിൽ ചെന്നു. അടുത്ത് കിടന്നൊരു സ്റ്റൂള് അതിനവിടെ താഴെ ഇട്ടിട്ട് ഞാൻ അതുമേയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതല്ല. ഒരു രോഗി ഡോക്ടറിൻ്റെ അടുക്കൽ വരുന്നത് പോലെയാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നത്. നീ ഇപ്പോൾ എൻ്റെ ഡോക്ടറാണ്. ഇനി ഞാൻ ഡോക്ടർമാരുടെ അടുക്കൽ പോയി മരുന്ന് വാങ്ങില്ല, ഉറപ്പ്. അവരുടെ കൈവശമുള്ളതിലും ശക്തിയുള്ള മരുന്ന് നിൻ്റെ കയ്യിലില്ലേ? ക്യാൻസറിൻ്റെ ആ രോഗിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് റേഡിയം തെറാപ്പി കൊടുക്കും,
റേഡിയം വളരെ ശക്തിയുള്ള വസ്തുവാണ്. അത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് രോഗിയെ ഒരു കൃത്യ അകലത്തിലിരുത്തിയിട്ട് ആ റേഡിയത്തിൻ്റെ ശക്തമായ രശ്മികൾ രോഗിയുടെ രോഗമുള്ള ഭാഗത്ത് പതിച്ച് സൗഖ്യം കൊടുക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ തിയറി. അങ്ങനെയാണെങ്കിൽ ഈശോയെ, നിനക്ക് എന്തോരം രശ്മികളുണ്ട്, സൗഖ്യപ്പെടുത്താൻ ഉതകുന്ന സ്നേഹത്തിൻ്റെ, ശക്തിയുടെ, സൗഖ്യത്തിൻ്റെ എന്തോരം രശ്മികൾ നിനക്കുണ്ട് കർത്താവേ. എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് സാധിക്കും. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, ചോദിക്കുമ്പോഴേ വിശ്വസിക്കണം, എന്തെന്ന് കിട്ടിക്കഴിഞ്ഞെന്ന്. അതുകൊണ്ട് ഞാൻ അവനെ സ്തുതിച്ചു, ഒരുപാട് സ്തുതിച്ചു. എനിക്ക് സൗഖ്യം തരുന്ന കർത്താവേ സ്തോത്രമെന്ന് സന്തോഷത്തോടെ ഞാൻ ഏറ്റുപറഞ്ഞു. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇത് ചുമ്മാ കഥയല്ല കേട്ടോ, എൻ്റെ അനുഭവമാണ്. അതിനുശേഷം ഇന്നു വരെ വർഷങ്ങൾ കഴിഞ്ഞു, ആ വേദന പിന്നീട് എനിക്കുണ്ടായിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ ശക്തിയേറിയ രശ്മികൾ കൊണ്ട് അവനെനിക്ക് സൗഖ്യം തന്നു. മക്കളെ, ഇത് കേട്ടതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ സകല മരുന്ന് നിർത്തി പള്ളിയിൽ പോയി സക്രാരിയുടെ അടുത്തിരിക്കണം, അതൊന്നുമല്ല സിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈശോയിൽ സ്നേഹമുണ്ടോ? അവൻ നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടോ? എങ്കിൽ അവിടെ മുമ്പിൽ പോയിരുന്ന് വിളിച്ചാൽ കർത്താവ് ഉത്തരം തരും. കർത്താവിൻ്റെ ജീവിതം പലർക്കും വെളിവാക്കി കൊടുത്ത് അവരതെല്ലാം എഴുതിയ പുസ്തകങ്ങളുണ്ടല്ലോ. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം എന്ന് പറഞ്ഞ് മരിയ മാൾട്ടോട്ട തമ്പുരാൻ കൊടുത്തത് എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്, നമ്മൾ പലരും വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന് പറഞ്ഞ മനോഹരമായ 3 വാളിയങ്ങളുള്ള പുസ്തകമുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണും, കർത്താവേ ആരെങ്കിലും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് തകർന്ന ഹൃദയത്തോടെ വിളിച്ചോ, ഈശോ അവിടെ നിൽക്കും. അതാരാ എന്നെ വിളിച്ചേ? ഇങ്ങോട്ട് വാ, എന്തു വേണം? അയാൾ ആവശ്യം പറയും, ഉടനടി ആ വിശ്വാസം കർത്താവ് നിറവേറ്റി കൊടുക്കും. ഇതുപോലെ നമുക്കും നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് ഈശോയെ സ്വീകരിക്കാം. എന്നെ സഹായിക്കണേ എന്ന് അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ സഹായിക്കാതിരിക്കില്ല. ആ കാൽക്കൽ പോയിരുന്ന് അവൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ഈശോ നമ്മളെ നിരാശപ്പെടുത്തില്ല. പക്ഷേ ഒരു കാര്യം, പാപാവസ്ഥ ഉണ്ടാകരുത്. പാപമുള്ളിടത്ത് ദൈവം പ്രവർത്തിക്കില്ല മക്കളെ. അതോടൊപ്പം മനസ്സിൽ ആരോടും വൈരാഗ്യം ഉണ്ടാകരുത്. സ്നേഹം തന്നെയായ ദൈവം വൈരാഗ്യമുള്ളിടത്ത് പ്രവർത്തിക്കില്ല, അവിടത്തേക്ക് കടന്നു വരാനാകില്ല അവിടെ. അതുകൊണ്ട് വചനം കേട്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. എന്നിൽ സ്നേഹമുണ്ടോ? ഞാൻ പാപാവസ്ഥയിലാണോ? ഈ 2 തലങ്ങളും ഒന്ന് ശരിയാക്കിയിട്ട് നമ്മുടെ ഏത് ദുഃഖവും ദുരിതവും ഈശോയുടെ മുൻപിലേക്ക് വെച്ച് കൊടുക്കുക. കടന്നു വരണേ ഈശോയെ എന്ന് വിളിക്ക്. നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും യേശുവേ കടന്നു വരണേ എന്ന് അവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ സത്യമായും കടന്നു വരും. എന്താ മോനെ വേണ്ടത്, എന്താ മോളെ വേണ്ടതെന്ന് അവൻ ചോദിക്കും. നിങ്ങൾക്ക് വേണ്ടതൊക്കെയും അവൻ തരും. ഞാൻ ഒരപ്പച്ചനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വൈദികൻ പറഞ്ഞാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ കുടുംബ സന്ദർശനങ്ങൾ നടത്തി ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ കയറി, ഒരു മുറി അടച്ചിട്ടിരിക്കുക. അച്ഛൻ ചോദിച്ചു വീട്ടിലുള്ളവരോട്, ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നത്? ആ മുറിയിൽ അപ്പച്ചന് തീരെ സുഖമില്ല. സ്വരം കേൾക്കുന്നത് വലിയ പ്രയാസമാണ്. വെട്ടം മുഖത്തടിക്കുന്നതും പ്രയാസമായതുകൊണ്ട് അപ്പച്ചന് എപ്പോഴും മുറി അടച്ചിടാൻ പറയും. അങ്ങനെ ഞങ്ങൾ അടച്ചിട്ടിരിക്കുന്നതാ. അച്ഛന് വേണ്ടി തുറന്നു തരാം, അച്ഛൻ ചെല്ലണം, അപ്പച്ചന് ഇഷ്ടമാണ്, അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ അച്ഛന് മുറി തുറന്നു കൊടുത്തു. അച്ഛൻ കയറി ചെല്ലുമ്പോൾ അപ്പച്ചൻ ഒരു കൈലിയൊക്കെ കൊടുത്ത് കട്ടിലേൽ ഇങ്ങനെ ശാന്തമായി കിടപ്പുണ്ട്. അപ്പച്ചനെ കയ്യെത്താവുന്ന അത്ര അടുത്ത് ഒരു കസേര കട്ടിലേലേക്ക് അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. ആരും അതിലില്ല. അച്ഛൻ കയറി വന്നതേ അപ്പച്ചൻ മോളെ കൈ കാണിച്ചു വേറൊരു കസേര എടുത്തിട്ട് കൊടുക്കാൻ. അങ്ങനെ മോളൊരു കസേര ഇട്ട് കൊടുത്തു. അച്ഛനതും ഇരുന്നു. അവർ തമ്മിൽ കുറേ നേരം വർത്തമാനം പറഞ്ഞു.
എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് അച്ഛനൊരു ജിജ്ഞാസ. അതെന്താണ്? അടുത്ത് കിടക്കുന്ന കസേരയിൽ ആരെയും ഇരുത്തില്ലേ? വേറെ കസേര കൊണ്ടുവന്നിട്ട് കൊടുത്ത് എന്തിനാ? അപ്പോൾ അച്ഛൻ വളരെ ശാന്തമായിട്ട് സന്തോഷമായിട്ട് അപ്പച്ചനോട് തന്നെ ചോദിച്ചു, ഈ കസേര കിടക്കുമ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് വേറൊരു കസേര? അപ്പോൾ അപ്പച്ചൻ തോർത്തെടുത്ത് മുഖം പൊത്തി ചിരിക്കുക. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, അതെ അച്ഛാ, എനിക്കെപ്പോഴും ഈശോ എൻ്റെ അരികിലുണ്ട്, ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഈശോയ്ക്ക് ഇരിക്കാനാ ആ കസേര, അതിലെപ്പോഴും ഈശോ ഉണ്ടച്ചാ. എനിക്ക് കാണാലോ ഈശോ അവിടെയുണ്ട്. ചിലപ്പോഴൊക്കെ എന്നോട് സംസാരിക്കും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും ഈശോയോട് പറയുന്നേ. എപ്പോഴും ഞാൻ ഈശോയോട് സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് മറ്റ് സ്വരങ്ങളൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഈശോ പറയുന്നത് ഞാൻ കേൾക്കും. വലിയ സ്നേഹം ഈശോയോട് എനിക്കും ഈശോയ്ക്ക് എന്നോടും. അതുകൊണ്ടാച്ചാ ആ കസേരയിൽ വേറെ ആരെയും ഇരുത്തില്ല. ഈശോ എപ്പോഴും അവിടെ വന്നിരുന്നോളും. അച്ഛനത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഓരോ മനുഷ്യരുടെ ചിന്താഗതികളെ അച്ഛൻ അങ്ങനെയാണ് ചിന്തിച്ചേ. പിന്നെ അടുത്തെങ്ങും അച്ഛൻ അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഒരു ദിവസം ഒരു മാസം കഴിഞ്ഞ് ഒരു ദിവസം മോള് വന്നു. അച്ഛാ, എൻ്റെ ചാച്ചൻ മരിച്ചു പോയി അച്ഛാ. വളരെ സമാധാനത്തോടെ ചാച്ചൻ മരിച്ചേ. ഞങ്ങൾ ചെല്ലുമ്പോൾ ചാച്ചൻ മരിച്ചു കിടക്കുക. പക്ഷെ അച്ഛന് കേൾക്കണോ, ആ അടുത്ത് കിടന്ന കസേരയില്ലേ അച്ഛാ, ആ കസേരയിലേക്ക് ചാച്ചൻ 2 കൈയും ഇങ്ങനെ തൊഴുത് നിൽക്കുന്നത് പോലെ കസേരയിലേക്ക് വെച്ചിട്ട് മുഖം ആ കൈയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ കിടന്നിരുന്നേ. ഞങ്ങൾക്കത് കണ്ടിട്ട് അത്ഭുതം തോന്നി. പക്ഷെ അച്ഛന് മനസ്സിലായി എന്താ, യേശുവിൻ്റെ മടിയിലേക്ക് തൻ്റെ 2 കൈകളും യേശുവിൻ്റെ മടിയിലേക്ക് തൻ്റെ മുഖവും വെച്ചുകൊണ്ട് അപ്പച്ചൻ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചതാണെന്ന്. അങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. ഓരോരുത്തർക്കും ഓരോ തരമായിരിക്കും. വിശ്വാസത്തോടെ അവനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വിശ്വാസപൂർവ്വം അവൻ്റെ മുമ്പിലേക്ക് പ്രയാസങ്ങൾ വെച്ചാൽ അവൻ പരിഹരിക്കും. അതുകൊണ്ടാണ് അവനെ ഈശോ എന്ന് വിളിക്കുന്നത്. ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള എമ്മാനുവേൽ. നമുക്കും കർത്താവിനെ നമ്മുടെ സ്വന്തമാക്കാം. അവനുമായൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാം. തെസ്സലോനിയക്കാർക്ക് എഴുതുന്ന 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 16-ഉം 18-ഉം വാക്യങ്ങൾ ഓർമ്മയില്ലേ? കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ എപ്പോഴും നീ സന്തോഷമുള്ളവനായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഒയ്യോ, നടക്കുന്ന കാര്യമാണോ? എങ്ങനെ പ്രാർത്ഥിക്കും? എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശുക്രിസ്തുവിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുമനസ്. എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും പ്രിയപ്പെട്ടവരെ. ഈശോയോട് നമുക്ക് അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യാം. അങ്ങിൽ വസിക്കുന്ന ഞാൻ, അങ്ങയോടുകൂടി ജീവിക്കുന്ന ഞാൻ എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കും. ഇടവിടാതെ അതിനായി പ്രാർത്ഥിക്കും. അങ്ങ് നൽകുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും. അപ്പോൾ ഈശോ തരുന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചാൽ നിരന്തരം സന്തോഷമായി ജീവിക്കാൻ സാധിക്കുമെന്ന് സാരം. ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുമനസ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വചനം ധ്യാനിച്ച് നമുക്കും കർത്താവ് തന്ന സകലതിനും നന്ദി പറയാം. ഏതെങ്കിലും കാര്യങ്ങൾ നന്ദി പറയാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവയ്ക്ക് വേണ്ടി നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവമേ, ഞാൻ അങ്ങയുടേതാണെന്ന് നമുക്ക് അവിടത്തോട് ഉറപ്പ് പറയാം. കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾക്ക് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിക്കൊണ്ട് നിരന്തരം നമ്മൾ സന്തോഷമുള്ളവരായി ജീവിച്ചാൽ ജീവിതം ധന്യമാകും. നമ്മളുമായി ബന്ധപ്പെടുന്നവരിലേക്കും ഈ സന്തോഷം നമുക്ക് പകർന്നു നൽകാനാകും. അങ്ങനെ നമ്മൾ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹമായി അനേകരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. അവൻ തരുന്നതെല്ലാം നന്മയാണെന്നുള്ളത് മറക്കരുത്. എല്ലാറ്റിനും വേണ്ടി നന്ദി പറയണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരില്ലേ, എന്തിനാണ് കഷ്ടതകൾക്ക് നന്ദി പറയുന്നേ, രോഗങ്ങൾക്ക് നന്ദി പറയുന്നേ, അസ്വസ്ഥതകൾക്ക് നന്ദി പറയുന്നേ എന്തിനാ? റോമ 8:28 ഉത്തരം കിടപ്പുണ്ടല്ലോ. അവിടെ നമ്മൾ വായിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും അവിടുന്ന് എല്ലാം നന്മയാക്കി തീർക്കും.
എല്ലാം നന്മയാക്കി തീർക്കും. അതുകൊണ്ടാണ് കഷ്ടനഷ്ടങ്ങൾക്ക് ഇപ്പോഴേ നമ്മൾ നന്ദി പറയുന്നത്. ദൈവത്തിന് ഇത് നന്മയാക്കി മാറ്റാൻ സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുക, എപ്പോഴും എന്തു വന്നാലും എവിടെ പോയാലും സന്തോഷമുള്ളവരായിരിക്കൂ. അതിന് എന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിക്കൂ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കൂ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുമനസ്. ഈ വലിയ കൃപ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.